രീതിയിലും ഗുരുവായൂർ ക്ഷേത്രത്തെ പരിരക്ഷിക്കാൻ ഇവരാരും തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ MLA ഒരു ഹിന്ദു MLA ആണ്. നമ്മുടെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുക, രണ്ടുപേരും മത്സരിക്കുന്നില്ലേ? ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് ഈ ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ടെന്ന് ഈ രണ്ടുപേർക്ക് പറയാൻ പറ്റുമോ? ഈ രണ്ട് MLA മാർക്ക് പറയാൻ പറ്റുമോ? എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ട് ചില ആളുകൾ. എനിക്കെതിരെ കേസ്, ഗോപാലകൃഷ്ണൻ മതം പറയുന്നത്. ഞാനിത് മതമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് മതേതരത്വമാണ്. മതേതരത്വമാണ്. ഇതാണ് മതേതരത്വം. ഇങ്ങനെയാണ് മതേതരത്വം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ മതമാണ് 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 ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മതേതരത്വം. ഇതിൽ അടി ഉറച്ചു നിൽക്കുകയാണ്. ആര് കേസ് കൊടുത്താലും ശരി, ഒരു ചുക്കും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യില്ല. അതിശക്തമായ പോരാട്ടമാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മറുപടി പറയണം? എന്തുകൊണ്ട് 50 വർഷമായിട്ട് ഇവിടെ ഒരു ഹിന്ദു MLA ഇല്ല? 1980 ശേഷം കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും എന്തുകൊണ്ടാണ് വലതുപക്ഷവും ഒരു ഹിന്ദു MLA ഇവിടെ വെക്കാത്തത്? ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമായിട്ടുള്ള അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ അതിനെ ലോക സമക്ഷം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ തൽപരരാകേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണിവർ. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്ര വിശ്വാസമില്ലാത്ത ആളുകൾക്ക് മാത്രം ഇവിടെ സീറ്റ് കൊടുക്കുന്നത്? ഗോപേട്ട നമസ്കാരം. നമസ്കാരം. യോഗീശ്വരനായ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ സ്ഥാനാർത്ഥിയാകാനായിട്ട് അവസരം ലഭിച്ചു. എങ്ങനെ കാണുന്നു ഈ ഒരു സമയം? മഹാഭാഗ്യമായിട്ട് കാണുക. കാരണം ഞാൻ ആദ്യം വോട്ട് ചോദിച്ചത് ഗുരുവായൂരപ്പനോടാണ്. ഗുരുവായൂരപ്പനോട് വോട്ട് ചോദിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിനേക്കാൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കും ഗുരുവായൂരപ്പനോട് വോട്ട് ചോദിക്കാൻ കഴിയില്ല. കാരണം രണ്ടുപേർക്കും എനിക്ക് തോന്നുന്നില്ല ഗുരുവായൂർ ക്ഷേത്രവുമായിട്ടോ ക്ഷേത്രത്തിൻ്റെ വിശ്വാസവുമായിട്ടോ ബന്ധമുള്ളവരാണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥികളിൽ ഞാനൊരു ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടമുള്ള ഓരോ ആളുകളും, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾ, അവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇവിടുത്തെ വിശ്വാസി സമൂഹം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് വിശ്വാസി സമൂഹം രേഖപ്പെടുത്തേണ്ടത് എന്ന ഒരു ചിന്ത എനിക്കില്ല. എൻ്റെ കാഴ്ചപ്പാട് അത് പിണറായി വിജയനാണെങ്കിലും കോൺഗ്രസ് സർക്കാരാണെങ്കിലും 2 സർക്കാരുകളും ഗുരുവായൂർ ക്ഷേത്രത്തോട് കാണിക്കുന്നത് അവഗണനയാണ്. 1980 ശേഷം കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇടതുപക്ഷവും എന്തുകൊണ്ടാണ് വലതുപക്ഷവും ഒരു ഹിന്ദു MLA ഇവിടെ വെക്കാത്തത്? ഗുരുവായൂർ ക്ഷേത്രത്തിനോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഹിന്ദു സമൂഹം ഭൂരിപക്ഷമായിട്ടുള്ള അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഈ ഗുരുവായൂർ ക്ഷേത്രത്തെ അതിനെ ലോക സമക്ഷം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ തൽപരരാകേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണിവർ. പക്ഷെ അവരെന്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്ര വിശ്വാസമില്ലാത്ത ആളുകൾക്ക് മാത്രം ഇവിടെ സീറ്റ് കൊടുക്കുന്നത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഈ ഗുരുവായൂരിൽ നിന്ന് വെളിയിൽ പോയിട്ട് മത്സരിക്കുന്നു. അതെന്തിനാണ്? ഇപ്പോൾ ഗീതാ ഗോപി നാട്ടിക പോയി മത്സരിക്കുന്നു. ഗീതാ ഗോപിയുടെ വീട് എവിടെയാ? ഗുരുവായൂരാണ്. എത്ര ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു തരണം? അപ്പോൾ വാസ്തവത്തിൽ എന്തോ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം, ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ ഇവരോടൊന്നും ഒരു താല്പര്യവും കാണിക്കാതെ ഒരു ഗുരുവായൂർ വിരുദ്ധ സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 50 വർഷം ഒരു ഹിന്ദു MLA ഈ ഗുരുവായൂരിലില്ല. അത് ഗുരുവായൂരിലെ ജനങ്ങൾക്കിടയിലുള്ള അമർഷമാണ്. യഥാർത്ഥ മതേതരത്വം അങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ഓരോ ഏരിയക്കും അതിന് പ്രാധാന്യമുണ്ട്, ഓരോ സമൂഹത്തിനും പ്രാധാന്യമുണ്ട്. അപ്പം ആ സമൂഹത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച്, ആ ഏരിയയുടെ പ്രാധാന്യം അനുസരിച്ച് വേണം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ. എന്തുകൊണ്ട് നിർത്തുന്നില്ല? യഥാർത്ഥ മതേതരത്വം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്ന് പറയുന്നവർ അവർ കാണിക്കുന്നത് മതമാണ്, 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 മതമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്ന ആളുകളാണല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു ഗുരുവായൂർ മണ്ഡലത്തിൽ ശരിയാണോ? 50 വർഷമായി എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? ഇതാണ് ഞങ്ങളുടെ ചോദ്യം.
പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കുക എന്ന ദൗത്യമാണ്. കഴിഞ്ഞ 7 നൂറ്റാണ്ട് കാലത്തെ യുദ്ധമാണ് അയോധ്യ വീണ്ടെടുത്തത്. ഉത്തരേന്ത്യയിലെ അയോധ്യയാണ് ദക്ഷിണയിലെ ഗുരുവായൂരപ്പൻ. ഈ ഗുരുവായൂര് അത് വീണ്ടെടുക്കണം. അത് ആ ഗുരുവായൂരപ്പന്റെ മണ്ണ് വീണ്ടെടുക്കാനുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. ഇതൊരു ധർമ്മയുദ്ധമാണ്. അതുകൊണ്ടായിരിക്കാം കൊടുങ്ങല്ലൂർ അമ്മ എന്നെ ഗുരുവായൂർക്ക് എത്തിച്ചത്. എനിക്ക് തോന്നുന്നു അത്. എന്തായാലും അതുമാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വളരെ വളരെ ദുരിതമാണ്. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സൗകര്യം നരേന്ദ്രമോദി ഗുരുവായൂരിൽ വന്നപ്പം ഞങ്ങൾ കൊടുത്ത നിവേദനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നിട്ട് പോലും അവിടെ പൈസ മേടിക്കുക പാർക്കിങ്ങിൽ. ഇവർക്ക് പൈസ മാത്രം മതി, വേറൊന്നും വേണ്ട. ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ല. ഭക്തജനങ്ങൾ രാത്രി തൊട്ട് വൈകുന്നേരം പകലും വന്നിങ്ങനെ ക്യൂ ഇരുന്നിട്ട് അവരെ കയറ്റിവിടാൻ ഒരു സൗകര്യമില്ല. പിന്നെ പോലീസുകാരെ മാതിരിയാണ് ഇവിടെ പെരുമാറുന്നത് ഈ ഗാർഡുകളൊക്കെ. അപ്പോൾ വാസ്തവത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തനോടൊരു മാനസികമായ അനുകമ്പ പോലും ഇല്ലാത്ത ഒരു സമീപനമാണ് ദേവസ്വത്തിൻ്റെ സമീപനം. ഇവിടെ ഒരു ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ വന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ജയരാജ് സർക്കിളോ അഡീഷണൽ എസ് പിയോ മറ്റോ ആയിരുന്ന സമയത്താണ്, റൂറൽ എസ് പിയോ മറ്റോ ആയിരുന്ന സമയത്താണ് ആ ഗുരുവായൂർ ടെമ്പിൾ കൊണ്ടുവന്നത്. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രം നോക്കാനാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് എന്ന് പറയാം. എന്നിട്ട് ലോകത്തുള്ള സകല കാര്യം നടത്തുക. ടെമ്പിളിൻ്റെ കാര്യം നടത്താൻ നേരമില്ല. ഒരു രീതിയിലും ഗുരുവായൂർ ക്ഷേത്രത്തെ പരിരക്ഷിക്കാൻ ഇവരാരും തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ MLA ഒരു ഹിന്ദു MLA ആവണം. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുക, രണ്ടുപേരും മത്സരിക്കുന്നില്ലേ? ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് ഈ ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ടെന്ന് ഈ രണ്ടുപേർക്ക് പറയാൻ പറ്റുമോ? ഈ 2 MLA-മാർക്ക് പറയാൻ പറ്റുമോ? എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ട് ചില ആളുകൾ. എനിക്കെതിരെ കേസ്. ഗോപാലകൃഷ്ണൻ മതം പറയുന്നത്. ഞാനിത് മതമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് മതേതരത്വമാണ്. മതേതരത്വമാണ്. ഇതാണ് മതേതരത്വം. ഇങ്ങനെയാണ് മതേതരത്വം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ മതമാണ് 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 ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മതേതരത്വം. ഇതിൽ അടി ഉറച്ചു നിൽക്കുകയാണ്. ആര് കേസ് കൊടുത്താലും ശരി, ഒരു ചുക്കും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യില്ല. അതിശക്തമായ പോരാട്ടമാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മറുപടി പറയണം? എന്തുകൊണ്ട് 50 വർഷമായിട്ട് ഇവിടെ ഒരു ഹിന്ദു MLA ഇല്ല? കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തൃശ്ശൂരിലെ കളക്ടർ ഹിന്ദു ആവണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പറഞ്ഞത്? അത് അദ്ദേഹത്തോട് എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം, ഇവിടെ ഗുരുവായൂർ ക്ഷേത്രം, ഞാൻ തൊഴാൻ വരുന്ന ഗുരുവായൂർ ക്ഷേത്രം ഇവിടെ ഉള്ളതാ, അതുകൊണ്ട് കളക്ടർ ഹിന്ദു ആവണം എന്ന് കെ കരുണാകരൻ പറഞ്ഞു. എന്നാ പിന്നെ കെ കരുണാകരൻ വർഗീയത പറഞ്ഞു എന്ന് പറയുന്നില്ലേ? ഇതിൽ വർഗീയതയില്ലെന്നേ, ഇത് യാഥാർത്ഥ്യമാണ്, സത്യസന്ധമായ കാര്യമാണ്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ കാര്യമായാലും ഇപ്പൊ ഹജ്ജിന്റെ കാര്യമായാലും, ഇപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചെയ്യുമ്പോൾ അതിലാരാ വരേണ്ടതാരാ? അത് വരേണ്ടത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ. എന്താ തെറ്റതാ? അപ്പൊ നമ്മള് മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ഇതൊന്നും അല്ല ഇവിടുത്തെ പരാമർശം. ഇവിടുത്തെ പരാമർശം അടിസ്ഥാനപരമായിട്ട് ഇടതും വലതും നടത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തോട് നടത്തുന്ന ചതിയാണ്. ഒരു സൗകര്യവുമില്ലാതെ ചതി നടത്തുകയാണ്. പാവപ്പെട്ട ഭക്തന്മാര് ഒരു നോക്ക് കാണാൻ വന്നിട്ട് അവർ നിരാശയായി മടങ്ങുന്ന, പണം മാത്രം മതി, ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ ഭഗവാനെ കാണണമെങ്കിൽ 1000 രൂപ കൊടുത്താൽ കൂടുതൽ കാണാം, 2000 രൂപ കൊടുത്താൽ കൂടുതൽ കാണാം. അങ്ങനെയാ ഭക്തന്മാരോട് പെരുമാറുക. പൈസ ഇല്ലാത്ത ആളുകൾക്കും പൈസ ഉള്ള ആളുകൾക്കും ഭഗവാന്റെ മുമ്പിൽ ഒന്നാണ്. കുചേലൻ ഭഗവാന്റെ അടുത്ത് വന്നപ്പോഴേ കുബേരൻ വന്ന പോലെയാണ് സ്വീകരിച്ചത്. കുചേലനും കുബേരനും ഭഗവാന്റെ മുമ്പിൽ ഒന്നാണ്, ദേവസ്വത്തിന്റെ മുമ്പിൽ 2ആണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊക്കെ ഇവിടുത്തെ MLA-ക്ക് പറയാം. ഒരു MLA ഉണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്ര ഗംഭീരമായി നടത്താം. MLA-യുടെ ഫണ്ട് 10 പൈസ പോലും ചെലവാക്കിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി. എന്തുകൊണ്ട്? വിശ്വാസമില്ല. അതുകൊണ്ട് ഇതൊരു പോരാട്ടമാണ്, ധർമ്മയുദ്ധമാണ്. ആ ധർമ്മയുദ്ധം 140 നിയോജക മണ്ഡലങ്ങളിലും ഇടതും വലതിനോടുമുള്ള ചോദ്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ആ ചോദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ, ഗുരുവായൂരെ വിശ്വസിക്കുന്നവർ, ഗുരുവായൂർ സമൂഹത്തിൽ ജീവിക്കുന്നവർ അവരനുഭവിക്കുന്ന വേദനയാണ്. അടിസ്ഥാന സൗകര്യമില്ലാത്ത ഗുരുവായൂർ ക്ഷേത്രം, കുടിവെള്ളം പോലുമില്ലാത്ത ഗുരുവായൂർ മണ്ഡലം, ഉപ്പുവെള്ളം കയറുന്ന ഗുരുവായൂർ മണ്ഡലം. എന്തേ ഇവിടുത്തെ MLA-യുടെ പണി? എന്താ ഇവിടുത്തെ MLA-മാർക്ക് എന്താ പണി? ഈ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ആ ചോദ്യം ഉന്നയിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. അവസാനമായിട്ട് ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു.
പക്ഷേ സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്? ഈ പിണറായി വിജയൻ സർക്കാർ മാത്രമല്ല, കോൺഗ്രസ് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. പ്രസാദം പരിപാടിയിലും അമൃത് പരിപാടിയിലും ഒക്കെ പല ക്ഷേത്രങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ക്ഷേത്രത്തെ ഉൾപ്പെടുത്താനുള്ള നേരമില്ലാന്നേ. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെയാ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ പോകുന്നവർ ക്ഷേത്രത്തെ സംരക്ഷിക്കുമോ? ഇല്ല. ഈ രണ്ടുപേരും അതിൻ്റെ ആൾക്കാരാണ്. അവർ ജമാഅത്തെ ഇസ്ലാമിയെ സംരക്ഷിക്കുക, ക്ഷേത്രത്തെ സംരക്ഷിക്കില്ല. രണ്ടുപേരും ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ടുള്ള ഒരു ധർമ്മയുദ്ധം ആരംഭിച്ചിരിക്കുന്നത്.